നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ വീടിൻ്റെ മുന്നിലാണ്. നമ്മുടെ പുറകെ കാണുന്ന 2 നില വീടാണ് അവരുടെ വീടാണ്. അപ്പോൾ ഇവിടെയാണ് ഇത് ഷൈനിയുടെ കാരാഗ്രഹമാണ് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. എന്തായാലും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നോബിയുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാനായിട്ടാണ് ഞങ്ങൾ തയ്യാറായി അവിടെയൊക്കെ പോയിരുന്നു. ഓണായിരുന്ന ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞ കുറച്ച് ദൃശ്യങ്ങളുണ്ട്. അത് നിങ്ങളെ കാണിക്കണം എന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം അദ്ദേഹം വളരെയധികം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ 1-2 കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനായിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അവ്യക്തമായിട്ടാണെങ്കിലും നിങ്ങൾക്കത് കാണാൻ കഴിയും. കുട്ടികളെയും കൊണ്ട് ഷൈനി റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു പോകുന്ന രംഗം കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കുട്ടികളെക്കുറിച്ച് പറഞ്ഞ് കരയുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഈ 9 മാസക്കാലം വേർപെട്ട് ജീവിച്ചപ്പോൾ ഇവരെ തമ്മിൽ ഒത്തുതീർപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. നടത്തിയിരുന്നു, അത് സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ ചോദിച്ചതുപോലെ ഓട്ടോക്കാരോട് പറഞ്ഞിട്ട് ഷൈനി മരിച്ചു എന്നറിഞ്ഞ ദിവസം ഓട്ടോക്കാരോട് പറഞ്ഞിട്ട് കുപ്പി വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കണം, അടിച്ചു പൊളിക്കണം എന്നൊക്കെ ഓട്ടോക്കാരോട് പറഞ്ഞതായിട്ട് വാർത്തകൾ വന്നല്ലോ. അതിനെ സംബന്ധിച്ച് എന്താണ് എന്ന് ചോദിച്ചു. അങ്ങനെയല്ല പറഞ്ഞത്. സങ്കടപ്പെട്ട് ആ സങ്കടം മാറ്റാൻ വേണ്ടി എനിക്ക് ഒരു പൈൻറ്റ് വാങ്ങിച്ചുകൊണ്ട് താ എന്ന് മാത്രമാണ് പറഞ്ഞത്. അദ്ദേഹം എനിക്ക് ഒഴിച്ചു തന്നതുമില്ല, അദ്ദേഹത്തോട് ഞാൻ വിശദീകരണങ്ങളൊന്നും കൊടുത്തതുമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അതിൽ ആ അവ്യക്തമായ ഭാഗങ്ങളാണെങ്കിലും അത് നിങ്ങൾ ഒന്ന് കേൾക്കണം, എന്നിട്ട് അതിനെ വിലയിരുത്തുക. അത് മാത്രമാണ് പറയാനുള്ളത്. എനിക്കൊന്നും പറയാൻ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മക്കളും 3 പോയി. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ശക്തനല്ല. 10-12 കൊല്ലമായിട്ട് മീഡിയക്കാരൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഞാൻ കേൾക്കുന്നില്ല, ഞാൻ അറിയുന്നില്ല. കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. കൂട്ടിയോജിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് മോള് കൊണ്ട് കേസും കൊടുത്തെന്ന് തോന്നുന്നു. ഷൈനി എയർപോർട്ട് ഞങ്ങളുടെയൊക്കെ കേസുണ്ട്. ഞങ്ങളുടെ വിഷമാവാസികളൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങളുടെ വിഷമം ആരുവാസികളൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കഴിഞ്ഞ ഡിസംബറിലോ മക്കൾ പെരുന്നാളിൽ വന്നു. 3-4 ദിവസം മുമ്പ് ഷൈനിയും പിള്ളേരും കൂടെ വന്നു. ഇവിടെ വന്നായിരുന്നു വെട്ടിക്കകത്ത്. എനിക്ക് പോയതാ. എൻ്റെ വിഷമം നാട്ടുകാരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല. എനിക്കെല്ലാവരും ഉണ്ട്. എനിക്ക് എത്രയും നാളെ മൊത്തം 3 മക്കളാണ്. 4 മക്കൾ. 3 നോബി അവധിക്ക് വന്നേച്ചിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ അവൻ വെള്ളിയാഴ്ച രാവിലെ അവൾ ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കുപ്പി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞത് കുപ്പി സന്തോഷമായിട്ട് കിടന്നു. സന്തോഷമായിട്ടൊന്നുമല്ല, എനിക്ക് സന്തോഷമൊന്നും ഓട്ടോക്കാരനൊന്നും പറയാനുള്ള ഓട്ടോക്കാരനോട് ശരിയാ. ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഞാൻ ഒരു ഓട്ടോക്കാരനോട് വിളിച്ചിട്ട് ഓട്ടോ ഉറപ്പായിട്ട് എന്തെങ്കിലും മേടിച്ചോണ്ട് വളർന്നു സന്തോഷമാക്കി മാറ്റിയത്. അവൻ അതിവിടെ കൊണ്ടുവന്നു പോവുകയും ചെയ്തു. അവൻ പൊട്ടിച്ചിട്ടില്ല. അവനോട് കൂടുതൽ വിശദീകരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സങ്കടം നയിക്കാൻ വയ്യാതെ ഞാൻ ഈ പറഞ്ഞ മക്കളുടെ കാര്യം, അവളുടെ കാര്യം, അയാളുടെ കാര്യം ഒക്കെ ഞാൻ പറഞ്ഞു. അതൊക്കെ മദ്യപിച്ചിട്ട് പറയേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആകെപ്പാടെ കൊണ്ടുവന്നെങ്കിലും അതിനൊന്നും ഒരു പക്കെ കഴിച്ചിട്ട് വേണ്ടി ഇത് എവിടെ അഞ്ച കൊണ്ട് വെച്ചേക്കാം ഒഴിച്ച് തന്നെയാണല്ലോ. ഓട്ടോക്കാരൻ തന്നെ ഒഴിച്ച് കുടിപ്പിച്ചത്. ശരിയാ. ഞാനിത് കേട്ടപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടിന് ഓട്ടോക്കാരനെ വിളിച്ച് ഒരു ചെറുപ്പം മേടിച്ചുകൊണ്ട് വളർന്ന് ഞാൻ കൊണ്ടുവന്ന് തരുകയും ചെയ്തോ പോവുകയും ചെയ്തു. വേറെ ഇവിടെ വന്നേ ഏതോ ബന്ധുവാണ് പൊട്ടിച്ച് തന്നത് പറഞ്ഞ് ഞാൻ കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞു. കൊണ്ടുപോയി വിളിച്ചു. അല്ലാതെ ഞാനത് കൊടുത്തിട്ടുമില്ല, ആഘോഷിച്ചിട്ടുമില്ല. അവൻ മദ്യവിശേഷിച്ചിട്ട് വായി വന്നൊന്നും വിളിച്ചും പറഞ്ഞിട്ട്. അല്ലാതെ എൻ്റെ വിഷമം ഇപ്പോൾ അപ്പച്ചനോട് നല്ല സ്നേഹത്തിലൊക്കെ എന്നോട് നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറി. എൻ്റെ എല്ലാ കാര്യം നോക്കും നടത്തും. പിന്നെ മനുഷ്യനല്ലേ, അങ്ങോട്ടും ചിലപ്പോൾ എന്തെങ്കിലും ഉള്ള കാരണത്തിൽ പറയും. അതിന് മറുപടിയായിട്ട് ഞാൻ അങ്ങോട്ടും പറയും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു പൊരുത്തക്കേടും ഇല്ലാതെ പോയിക്കോളും. കൊച്ചുമക്കള് നല്ല ഇതല്ലായിരുന്നോ? കൊച്ചുമക്കളുടെ കാര്യത്തിൽ പറയാൻ കൊച്ചുമക്കളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ 10-12 കൊല്ലമായിട്ടും എന്നെ കെട്ടിപ്പിടിച്ച് കയറുന്ന മക്കളാണ്. അതിനൊരുക്കി അന്നേക്ക് മതി. അവളെൻ്റെ കൂട്ടപ്പാലും വിളിക്കും. ഞാനവിടെ ഭദ്രകാളിയിൽ വിളിക്കും. അവൾ ആവശ്യപ്പെട്ട പറഞ്ഞു കൂട്ടപ്പാൻ മരിച്ചാലും ഞാൻ കൊടുത്തു കൂടിയല്ല എന്നും പറഞ്ഞ് ഇവിടെ കയറി കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് ഇവിടെ പോയേ. മൂത്തതാണോ ഇളയതാണോ? മൂത്തത് ചില 1 പറഞ്ഞു. അതിനെ കുട്ടപ്പാന്ന് വിളിക്കുന്നു. ഇളയത് ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ എൻ്റെ ഡ്രസ്സും ജയിച്ച് ഇതേ കയറ്റി ഞാൻ കുട്ടപ്പനെ റെഡിയാക്കി.
അവളും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വാർത്തല അളവുള്ളിടത്തോളം വാർത്തല്ല അവളൊന്നും. ഇപ്പം നിങ്ങൾ വരുവാണെങ്കിൽ ആ കഥയിനൊന്നും പറഞ്ഞു മറ്റോളാണ് ഇനി വന്നത് പറയുമില്ല കറിയുമില്ല കയറി പഠിച്ചു. നിങ്ങളെവിടുന്ന ആരാ എന്നാ കാര്യം നേരെ ചോദിക്കും. അത് കഴിയുമ്പോൾ മറ്റോട് വരുള്ളൂ. അങ്ങനെയുള്ള വ്യത്യാസമുള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസം മക്കൾ തമ്മിലില്ല. ഞാനൊന്നും കണ്ടില്ല, എനിക്കറിയാനും ഞാനായി പിന്നെ മറ്റേ വാർത്തയൊക്കെ സ്ഥിരീകരിച്ചു. പോലീസിൽ കൊണ്ടുപോയി എങ്ങോട്ടാണെന്ന് എന്താണെന്ന് ചോദിച്ചു. പോലീസിൻ്റെ പട്ടാളത്തിൻ്റെയും കാര്യമൊന്നും ഇവിടെ ഇല്ല. പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.